ഏവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതും എന്നാൽ മുതിർന്നവർ ചോദിക്കാത്തതും എന്നാൽ തീർച്ചയായും മുതിർന്നവർ ചോദിക്കേണ്ടതുമായ ഒരു ചോദ്യത്തെ കേന്ദ്രീകരിച്ച് അല്പം കൗതുകമേറിയ ചിന്തകൾ ഏവരുമായി പങ്കിടണം എന്നതാണ് താല്പര്യപ്പെടുന്നത്. ചോദ്യം എന്താണ്? ആകാശത്തിൽ മഴവില്ല് എന്തിനാണ്? വേദപുസ്തകത്തിൽ മഴവില്ല് ദൈവം മനഃപൂർവ്വം ഒരു അടയാളമായി സ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുതിർന്നവരായ നാം കുഞ്ഞുങ്ങളെ പോലെ മഴവില്ല് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം കണ്ട് തുള്ളിച്ചാടുകയോ ആഹ്ലാദിക്കുകയോ അല്ല. അങ്ങനെ ഒരു അടയാളം സൃഷ്ടിച്ചതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അന്വേഷിക്കുകയാണ് നമ്മുടെ കടമ. അതിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഏതായാലും ആ ഭാഗം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഇത് സംബന്ധമായ ചിന്തകൾ പങ്കിടണമെന്നാണ് വിചാരിക്കുന്നത്. യഹോവ പറയുന്നത്, ഞാൻ എൻ്റെ വില്ല് മേഘത്തിന്മേൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായുള്ള സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെ നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിന്മേൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോട് ചേർന്നിരിക്കുന്ന ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ ഒരു ഉടമ്പടിയുടെ എന്നേക്കുമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്, അടയാളപ്പെടുത്തലാണ് ഈ മഴവില്ല്. അത് മേഘങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തെ, ഈ ഒരു സംഭവത്തെ, ഈ അടയാളത്തെ പല വിധത്തിൽ വിവക്ഷിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ സൂചിപ്പിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. You're probably aware that every time you see a rainbow in the sky, it's a sign from God promising He'll never flood the world again. But have you ever wondered why God chose a rainbow in the first place? What is it about a rainbow that makes it so special? Certainly it's beautiful, but so are sunsets. God must have a reason for selecting this unique masterpiece as His token of mercy. So why did God choose a rainbow as a sign to never flood the earth again? To answer this, we need to explore the origin of the word rainbow. Where did it come from, and what does it mean? The word rainbow comes from the Hebrew word for bow, as in bow and arrow, because rainbows resemble the shape of an archer's bow. The bow was a common military weapon back in those days, and it was often used as a symbol of war. In this case, the bow represents God's act of war on sinful humanity. But if the rainbow is supposed to be a good thing, why would God put such a violent icon in the sky? Well, in Genesis 9:13, God told Noah after the flood, I have set my bow in the cloud, and it shall be a sign of the covenant between me and the earth. When I bring clouds over the earth, and the bow is seen in the clouds, I will remember my covenant that is between me and you and every living creature of all flesh. And the water shall never again become a flood to destroy all flesh. The rainbow, then, is a picture that God's lethal bow is no longer flexed in His hands. It's retired for good and forever enshrined in the Earth's atmosphere to remind us we will never see battle again. But the friendly side of a rainbow should never make us forget that the bow of water isn't the only weapon in God's arsenal. There's also a sword of fire coming to consume a planet full of sinners. And yet still, the Lord is patiently waiting so that everyone may have an opportunity to repent. And so the rainbow still shows up from time to time, telling the story of God's mercy in hope. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്നത് മഴവില്ല് എന്നത് ദൈവം
മനുഷ്യനോട് ഇനിയും യുദ്ധം ചെയ്യുകയില്ല, യുദ്ധത്തിൽ കൂടെ അവനെ നശിപ്പിക്കുകയില്ല. മനുഷ്യനും ദൈവവുമായി ഇതാ ഒരു പുതിയ സന്ധി, ഒരു പുതിയ കവനന്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ അടയാളമായി ആ കവനന്റിനെ ദൈവത്തിന് ഓർക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച അലാം ക്ലോക്ക് പോലൊക്കെ ഉള്ള ഒരു ഉപാധിയാണ്. എന്നാൽ അതേസമയം ഇവിടെ ഈ മാന്യ സുഹൃത്ത് പറയുന്നത്, അങ്ങനെ ദൈവവും മനുഷ്യനുമായ യുദ്ധം ഇതുകൊണ്ട് അവസാനിച്ചു എന്നാരും കരുതരുത്. വെള്ളം ആയുധമായി ഉപയോഗിക്കത്തില്ല എങ്കിലും ദൈവം മറ്റായുധങ്ങൾ ഉപയോഗിക്കും. സോഡ് ഓഫ് ഫയർ, തീ കൊണ്ടുള്ള വാള് ഉപയോഗിച്ച് മനുഷ്യനോടുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ന്യായമായും പൊന്തി വരുന്ന ഒരു ചോദ്യം, ദൈവത്തിന് യഥാർത്ഥത്തിൽ മനുഷ്യരാശിയോടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യരാശിയോട് വേറെ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വെള്ളം ഉപേക്ഷിക്കുന്നത്? വെള്ളം നല്ലൊരു ആയുധമാണ്. വെള്ളത്തിൻ്റെ നശീകരണ ശക്തി എന്താണെന്ന് സുനാമിയിൽ കൂടെ നാം ഒന്ന് കണ്ടതാണ്. വാളിനേക്കാൾ വെള്ളത്തിനാണ് ശക്തി കൂടുതൽ, അതായത് നശീകരണ ശക്തി കൂടുതൽ വെള്ളത്തിനാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ സഹോദരനെ വിമർശിക്കുന്നതിന് വേണ്ടിയല്ല, നാം ചിന്തിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സത്യത്തെ അന്വേഷിച്ചാൽ അവരോട് എനിക്ക് ന്യായമായും ബഹുമാനവും ആദരവുമാണ് അനുഭവപ്പെടാറുള്ളത്. ഈ സമയത്തുമുണ്ട്. എങ്കിലും ഇതിലൊരു യുക്തിരാഹിത്യമുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വഴിയില്ല, അത്രമാത്രം. ഇത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്, ചരിത്രാതീത കാലത്ത് സംഭവിച്ചതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നോഹയുടെ പ്രളയം ഉണ്ടായ സമയത്ത് ചരിത്രമില്ലായിരുന്നു. അതിനുശേഷമാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരു പക്ഷേ വേദപുസ്തക ചരിത്രത്തിലെ ചരിത്ര സംഭവമായി അംഗീകരിക്കാൻ ഉള്ള ആദ്യത്തെ സംഭവം ബാബേൽ ഗോപുരത്തിൻ്റെ പണിയാണ് എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പരക്കെ സമ്മതിക്കുന്നുണ്ട്. അതിനെതിരഭിപ്രായം ആർക്കെങ്കിലും ഉള്ളതായ നാളിതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് പ്രീ ഹിസ്റ്റോറിക്, ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അത് വിഭാവനയിൽ കൂടെ രേഖപ്പെടുത്തിയതാണ് എന്നതാണ് ഇതിനെപ്പറ്റിയുള്ള പൊതുവായ ധാരണ. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മഴവില്ല് എന്ന് പറയുന്നൊരു പ്രതീകം, സിമ്പിൾ, അത് ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മോട് എന്താണ് പ്രതിപാദിക്കുന്നത് അത് മനസ്സിലാക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് മഴവില്ല് സൃഷ്ടിച്ചു, അതൊരടയാളമാക്കി സൂക്ഷിച്ചിരിക്കുന്നു. കാലാകാലങ്ങളിൽ മഴവില്ല് എന്തുകൊണ്ട് മനുഷ്യൻ്റെ ആത്മീയ വിഹായസിൽ പോലും രൂപപ്പെട്ടു വരുന്നു എന്നത് നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കും. അതുകൊണ്ട് ചിന്തയിലേക്ക് എവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. മഴവില്ല് എന്നുള്ളത് നമുക്കറിയാം പ്രകാശം കൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രകാശം ജലകണികകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് നിറമില്ലാതിരുന്ന പ്രകാശരശ്മി 7 നിറങ്ങളിലായി പിളരുമ്പോൾ അല്ലെങ്കിൽ പിരിയുമ്പോൾ വിന്യസിക്കപ്പെടുമ്പോൾ നാം മഴവില്ലായി കാണുന്നു. ഇതാണ് അതിൻ്റെ ശാസ്ത്രമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇവിടെ ആ ശാസ്ത്രത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു ആത്മീയമായ സത്യം അതെന്താണ്? സൃഷ്ടി. മഴവില്ലും ദൈവം സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്. സൃഷ്ടി, ഈ സൃഷ്ടിയുടെ ഭാഗമാണ് മനുഷ്യനും. അതിൻ്റെ ഭാഗമാണ് വെള്ളം, തീയ്, കാറ്റ്, ഭൂമി, ആകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൃഷ്ടിയുടെ ഭാഗമാണ്. എന്നാൽ ഈ സൃഷ്ടി തന്നെ ദൈവം എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ലോകത്തിലുള്ള എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും ദൈവത്തെ വെളിച്ചമായിട്ടാണ് സങ്കല്പിക്കുന്നത്.
ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം അന്ധകാരമാണ് എന്ന് പറയുന്ന ഒരു ആത്മീയ പാരമ്പര്യവും ചരിത്രത്തിൽ ഇന്ന് വരെ ഉടലെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോതും പര്യാപ്തമാകും. അപ്പം ദൈവം വെളിച്ചമാണ്. അപ്പം ഈ വെളിച്ചമാകുന്ന ദൈവമാണ് സൃഷ്ടികർത്താവ്. അപ്പോൾ ഈ വെളിച്ചം തന്നെ പ്രകടിപ്പിക്കുമ്പോൾ സൃഷ്ടി നടക്കുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെളിച്ചം, when the light manifests itself, it becomes creation. ഞാനത് പറയാൻ കാര്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. സൃഷ്ടിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആ വെളിച്ചം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം വെളിച്ചമാണ്. എന്നാൽ ആ വെളിച്ചം ഏകമാണ്. അതിൽ വൈരുദ്ധ്യങ്ങളോ ഇല്ല. ആ വെളിച്ചത്തിൽ അന്ധകാരമില്ല. അതൊന്നാണ്. അതിൻ്റെ അഖണ്ഡതയിൽ ഒന്നായി മാത്രം സ്ഥിതി ചെയ്യുന്നു. പക്ഷേ ഈ വെളിച്ചമാകുന്ന ദൈവം അല്ലെങ്കിൽ ദൈവമാകുന്ന വെളിച്ചം തന്നെ പ്രകടിപ്പിക്കുമ്പോൾ, ഇറ്റ് എക്സ്പ്രസസ് ഇറ്റ് സെൽഫ്, ഒരു മാധ്യമത്തിൽ കൂടെ അത് കടന്നു പോകുന്നു. ആ മാധ്യമവും ദൈവം തന്നെയാണ്. കാരണം ധാതു അതിന് മുൻപില്ല. ക്രിസ്ത്യ വിശ്വാസം അനുസരിച്ച് ഗോഡ് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ മാറ്റർ. അതാണ് ക്രിയേഷ്യോ എക്സ് നൈഹിലോ എന്ന് പറയുന്നത്. അതായത് ക്രിയേഷൻ വിത്തൗട്ട് എനിത്തിങ്, വിത്തൗട്ട് മാറ്റർ. ഹിന്ദു സാഖ്യ ഫിലോസഫിയിൽ അങ്ങനെയല്ല. ധാതുവിന് അതിൻ്റേതായ സ്വന്തം അസ്തിത്വമുണ്ട്, ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ്. പ്രകൃതി, പുരുഷ പ്രകൃതി, ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇവ രണ്ടും ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ജുഡിയോ ക്രിസ്ത്യൻ തിയോളജിയിൽ അങ്ങനെയല്ല. മാറ്റർ ദൈവത്തിന് മുൻപുള്ളതല്ല, ദൈവത്തിൽ കൂടെ ഉടലെടുക്കുന്നതാണ് മാറ്റർ. അപ്പം അങ്ങനെ ദൈവമാകുന്ന വെളിച്ചം ദൈവത്തിൻ്റെ തന്നെ അംശമാകുന്ന ധാതുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ വെളിച്ചത്തിന് വ്യത്യാസം വരുന്നു, രൂപാന്തരം സംഭവിക്കുന്നു, മെറ്റമോർഫസിസ് സംഭവിക്കുന്നു. ഒന്ന് പലതായിത്തീരുന്നു. അത് ആ പ്രക്രിയയുടെ പേരാണ് സൃഷ്ടി എന്നുള്ളത്. ഒന്നായിരുന്ന ദൈവം അത് വെളിച്ചമാണ്. വെളിച്ചം ഒന്നാണ്. പല വെളിച്ചങ്ങളെല്ലാം നമുക്കറിയാം. ഈ ലോകത്തിൽ പല വെളിച്ചങ്ങളുടെ ആവിഷ്കാരങ്ങളുണ്ടെങ്കിലും വെളിച്ചം എന്ന ആശയം ഒന്ന് മാത്രമാണ്. വെളിച്ചങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുമ്പോൾ പല വിധത്തിലുള്ള വെളിച്ചങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും വെളിച്ചം എന്നത് അതിൽ തന്നെ ഏകമാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ, വെളിച്ചം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള വെളിച്ചം, മെഴുകുതിരി കൊണ്ടുള്ള വെളിച്ചം, ചൂട്ടുകാറ്റ് കൊണ്ടുള്ള വെളിച്ചം, തീ കത്തിക്കുമ്പോഴുള്ള വെളിച്ചം, അങ്ങനെയുള്ള വിവിധമായ മാനിഫെസ്റ്റേഷൻസ് ആണ്. പക്ഷേ വെളിച്ചമെന്ന് പറയുന്ന ആ പ്രതിഭാസം, ആ ഫിനോമിനൻ ഒന്ന് മാത്രമാണ്. വെളിച്ചം എന്നുള്ള ഫിനോമിനൻ അല്ല, വെളിച്ചമെന്ന ന്യൂമൻ, NOUMEN, അതായത് അത് അതിൽ തന്നെ, വെളിച്ചം അത് അതിൽ തന്നെ. ലൈറ്റ് ഇൻ ആൻഡ് ഫോർ ഇറ്റ് സെൽഫ്. അത് ഫിലോസഫിയാണ്. അത് മനസ്സിലാക്കാൻ അല്പം സങ്കീർണത തോന്നുമെങ്കിലും ശ്രമിച്ചാൽ അത് മനസ്സിലാകുന്ന കാര്യമാണ്. വെളിച്ചത്തിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, വെളിച്ചം അത് അതിൽ തന്നെ, അതൊന്നേ ഉള്ളൂ. എന്നാൽ വെളിച്ചം അത് മറ്റുള്ളവരുടെ അനുഭവത്തിലാകുമ്പോൾ, മറ്റുള്ളവർക്ക് ദൃശ്യമാകുമ്പോൾ പല വിധത്തിലാണ്. ദാറ്റ്സ് കോൾഡ് ലൈറ്റ് ആസ് ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. അതിനാണ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ന്യൂമൻ എന്ന് പറയുന്നത് വെളിച്ചം അത് അതിൽ തന്നെ, അതിനു വേണ്ടി, വാട്ട് ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് ഫോർ ഇറ്റ് സെൽഫ്. അതാണ് ന്യൂമൻ, NOUMEN എന്ന് പറയുന്നത്. വെളിച്ചത്തെ മറ്റുള്ളവർ മനുഷ്യർ കാണുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രതിബിംബിക്കുന്നു, ഇതൊക്കെ അതിന് അനന്തമായ മുഖങ്ങളുണ്ട്, വെളിപ്പെടുത്തുന്ന രീതികളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വെളിച്ചം ഒരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമിനൽ ലൈറ്റ് ആൻഡ് ഫിനോമിനൽ ലൈറ്റ്. ദൈവം എന്നത് ഈ ന്യൂമിനൽ
NOUMENAL, ന്യൂമിനൽ ലൈറ്റാണ്. എന്നാൽ സൃഷ്ടി ഫെനോമിനൽ ലൈറ്റാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏകം അനേകമായി തീരുന്നു. അനന്തമായ സാധ്യതകളുടെ ഒരു മേഖലയിലേക്ക് ഇത് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഈ ഏകമായിരുന്ന വെളിച്ചം അതിലില്ലാത്ത അനന്തമായ സാധ്യതകളുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക്, സൃഷ്ടി മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ അത് ന്യായമായും ഈ ഏകമായതിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു, വ്യത്യസ്തമായ രൂപങ്ങളും സ്വഭാവങ്ങളും കൈക്കൊള്ളും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ, ഇനി നാം മഴവില്ല് നോക്കുമ്പോൾ, മഴവില്ല് അങ്ങനെയാണ്. ഏകമായിരുന്ന വെളിച്ചം വെള്ളം എന്ന മാധ്യമത്തിൽ കൂടെ, ജലകണികൾ എന്ന മാധ്യമത്തിൽ കൂടെ ഇതൊരു മഴവില്ലായി മാറുന്നു. അപ്പം നാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ മഴവില്ലാണ്. ആ മഴവില്ലിൻ്റെ പുറകിൽ നിറമില്ലാത്ത പ്രകാശരേഖയുണ്ട് എന്ന് ശാസ്ത്രം ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവന് കിറുക്കാണ് എന്ന് തോന്നുന്നു. ആ പ്രകാശത്തിന് നിറമുണ്ടോടാ എന്ന് ചോദിക്കും. എന്നാൽ നാം കാണുന്നത് മാത്രം പരിമിതപ്പെടുത്തി നോക്കിയാൽ പ്രകാശത്തിന് നിറമില്ല. ആ നിറമില്ലാത്ത പ്രകാശം കൊണ്ടാണ് നിറമുള്ള 7 വർണ്ണങ്ങളുള്ള ഈ മഴവിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പറയുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തോന്നും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇതൊരു അകൽച്ചയുടെ മർമ്മമാണ്. സൃഷ്ടിയിൽ അകൽച്ചയുണ്ട്. അകൽച്ചയുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്ക് അതിൻ്റെതായ ഓട്ടോണമി, ഇൻഡിപെൻഡൻസ് ഉണ്ടാകത്തുള്ളൂ. സൃഷ്ടികർത്താവിൻ്റെ കൈവിരലിൽ മാത്രം കിടന്ന് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവയാണ് സൃഷ്ടിയെങ്കിൽ അതിന് യാതൊരു വിലയും ഉണ്ടാകുകയില്ല. സൃഷ്ടിക്ക് സാധ്യതയും അർത്ഥവും വ്യാപ്തിയും അനന്തമായ സാധ്യതകളും ഉണ്ടാകുന്നത് സൃഷ്ടികർത്താവ് അതിന്മേലുള്ള തൻ്റെ നിയന്ത്രണം 100% ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. ദാർശനികയുടെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ സൃഷ്ടിയിൽ ദൈവം തന്നെ ഒളിച്ചു വച്ചിരിക്കുന്നു. ഗോഡ് ഹൈഡ്സ് ഹിംസെൽഫ് ഇൻ ഹിസ് ഓൺ ക്രിയേഷൻ, ഓർ ഗോഡ് ലൂസസ് ഹിംസെൽഫ്. ജർമ്മൻ ഫിലോസഫറായിരുന്ന ജോഹാൻ ഗോട്ട്ലിബ് ഫിഷ്ത് പറയുന്നത് ദ ക്രിയേറ്റർ ലൂസസ് ഹിംസെൽഫ് ഇൻ ഹിസ് ക്രിയേഷൻ. കാരണം എന്താണ്? അങ്ങനെ മാത്രമേ സൃഷ്ടിക്ക് അതിൻ്റേതായ സ്വത്വം ഉണ്ടാകുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വെളിച്ചം ഈ മഴവില്ലായി രൂപാന്തരപ്പെടും. അതിന് അതിൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാകും. ആ ആദിമ വെളിച്ചം, ഏകമായിരുന്ന വെളിച്ചം അതുപോലെ തന്നെ ജലകണികയിൽ കൂടെ വെളിയിൽ വന്നിരുന്നെങ്കിൽ ഈ മഴവിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകത്തില്ല. മഴവിൽ ഉണ്ടാകണമെങ്കിൽ നിറമില്ലാത്ത വെളിച്ചം ഒരു മാധ്യമത്തിൽ കൂടെ ഇപ്പുറത്ത് പ്രവേശിക്കുമ്പോൾ സ്വമേധയാൽ അത് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് രൂപാന്തരം ഏറ്റുവാങ്ങി എന്നാൽ മാത്രമേ ഇങ്ങനെ പുതിയൊരു പ്രതിഭാസം ഉടലെടുക്കുകയുള്ളൂ. ഇത് സൃഷ്ടിയുടെ മർമ്മമാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ദൈവം മഴവില്ല് അവിടെ സൃഷ്ടിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ, സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അത് നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് കാണുന്നത് പോലെ അല്ല. കാരണം നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതി ഈ പ്രകൃതിയിലുള്ള ആകമാനമായ ക്രമീകരണം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ഏകമായ സത്യത്തെ, ഏകമായ വെളിച്ചത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, ഭൗതികമായ കണ്ണുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാധ്യമല്ല. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. തിരിച്ചറിയണമെങ്കിൽ അതിന് തക്കതായ ആത്മീയമായ കാഴ്ചപ്പാട് നിങ്ങൾ പ്രാപിക്കണം. അത് മനുഷ്യർ തിരിച്ചറിയുന്ന കാലത്തോളം, അതായത് സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ സ്വഭാവവും സൃഷ്ടിയിൽ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സ്വഭാവങ്ങളും പരസ്പര വിരുദ്ധമാണെന്ന് തോന്നുമ്പോൾ തന്നെയും ഈ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിൽ വളരെ വളരെ സുപ്രധാനമായ, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് സൃഷ്ടി ഇങ്ങനെ നിലനിൽക്കുന്നത്. ഉദാഹരണമായിട്ട് മഴവിൽ ഉണ്ടാകണമെങ്കിൽ ജലകണിക അവിടെ കിടന്ന് നൃത്തം ചവിട്ടിയാൽ ഒക്കില്ല.
നിറമില്ലാത്ത ഏകമായ വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ മഴവിൽ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ മഴവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ വെളിച്ചത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിൽ മാത്രമേ അത് കാണുന്നവർക്ക് ബോധ്യമാകുകയുള്ളൂ. ഇതൊരു നിഗൂഢ മർമ്മമാണ്. ഈ മർമ്മത്തെ മനുഷ്യൻ കാലാകാലങ്ങളിൽ മറന്നു പോകുമ്പോൾ സൃഷ്ടി തന്നെ സൃഷ്ടിച്ചതാണെന്നോ സൃഷ്ടി എങ്ങനെ ഉണ്ടായതാണെന്നോ അതിൻ്റെ പുറകിലൊരു സൃഷ്ടികർത്താവില്ല എന്നോ അതുകൊണ്ട് സൃഷ്ടികർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് സൃഷ്ടിയുടെ വിവിധ ഭാഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ചുമതലയോ അച്ചടക്കമോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മനുഷ്യൻ ധരിക്കുന്ന കാലങ്ങളിൽ മനുഷ്യരാശി അധപ്പതിച്ചു പോകും. അങ്ങനെ അധപ്പതിച്ച മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രളയം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, സൃഷ്ടി അതിൻ്റെ ആരോഗ്യത്തിലും നന്മയിലും മേന്മയിലും നിലനിൽക്കണമെങ്കിൽ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധത്തെ മാനിച്ചു വേണം സൃഷ്ടിയുടെ ഓരോ അംശങ്ങളും സ്ഥിതി ചെയ്യുവാനും പ്രവർത്തിക്കാനും, പ്രത്യേകിച്ച് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ. ഇത് മനുഷ്യൻ എപ്പോൾ മറന്നു പോകുന്നുവോ, അല്ലെങ്കിൽ ഇത് മറന്നിട്ട് മനുഷ്യൻ എപ്രകാരം അവൻ തലതിരിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവോ ആ സമയത്തൊക്കെയും അപകടമാണ്. നിങ്ങൾ ഈ ഒരു പരമമായ യാഥാർത്ഥ്യം ഒരിക്കലും മറന്നു പോകരുത്. അത് നിങ്ങൾ മറക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ആകാശത്തിൽ ഇതാ ഒരു അടയാളം, ഒരു റിമൈൻഡറായിട്ട് വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോഴൊക്കെയും ഈ ഒരു യാഥാർത്ഥ്യം, നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും നിങ്ങൾ എന്തായിരിക്കുന്നു അതിൻ്റെയൊക്കെയും ഉറവിടമായ ഒരു ദൈവമുണ്ട്. ആ ദൈവം സൃഷ്ടിയെ നിർമ്മിച്ചത് അല്ലെങ്കിൽ സൃഷ്ടികർമ്മം നിർവഹിച്ചത് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണ്. ആ ലക്ഷ്യത്തെ മാനിച്ചു മാത്രമേ ഈ സൃഷ്ടിയുടെ എല്ലാ അംശത്തോടും മനുഷ്യൻ ഇടപെടാൻ ശ്രമിക്കാവൂ. ആ അച്ചടക്കം മനുഷ്യനെ ഉപേക്ഷിക്കുന്നത് വലിയ അപകടത്തിലേക്ക് അവനെ വഴി നടത്തും, സർവനാശത്തിനും വഴിയൊരുക്കും എന്ന അടിസ്ഥാനപരമായ സത്യത്തെ മനുഷ്യന് കാലത്ത് ഓർക്കേണ്ടതിന് വേണ്ടിയാണ് ഈ മഴവിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മഴവിൽ കഴിഞ്ഞാൽ ഉടനെ തീ പാറുന്ന വാളുമായിട്ട് ദൈവം വരും, ഇതൊക്കെ വളരെ ബാലിശമായ കിരാതമായ സങ്കല്പങ്ങളാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൻ്റെ ആകത്തുകയിൽ കൂടി വെളിപ്പെട്ടു വരുന്ന ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രതികാര ബുദ്ധി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമല്ല. പിന്നെയോ മനുഷ്യൻ നേർവഴിയിൽ സഞ്ചരിച്ചാൽ അവനും നല്ലതാണ്. അവൻ്റെ മനുഷ്യത്വത്തിന് വെളിച്ചമുണ്ടാകണമെങ്കിൽ അവൻ നേർവഴിയിൽ നടക്കണം. പക്ഷെ ആ നേർവഴി എന്താണെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ ദൈവത്തോടുള്ള സഹകരണത്തിൽ, ഉത്തരവാദിത്വ ബോധത്തിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവാണ്. ഇവിടെ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ എക്സെൻട്രിക് എന്നൊരു വാക്കുണ്ട്. എക്സെൻട്രിക് ഇതെല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. എക്സെൻട്രിക്, മാഡ്. എക്സെൻട്രിക് എന്നുള്ള വാക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, സെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് വിട്ടുപോകുക, അകന്നു പോകുക, അങ്ങനെയാണ് എക്സെൻട്രിക് ആകുന്നത്. വാസ്തവത്തിൽ കിറുക്ക് എന്താണ്? വാസ്തവത്തിൽ വട്ടം എന്താണ്? കേന്ദ്രമായതിൽ നിന്ന് വിഘടിച്ചു പോവുക. അത് കിളി പോയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഈ കേന്ദ്രമായത് എന്താണ്? സൃഷ്ടിയുടെ പരമമായ രഹസ്യം. ആ പരമമായ രഹസ്യം എന്താണ്? ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചമുള്ളത് കൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ നിൽക്കുന്നത് നമുക്കറിയാം. അതിന് അടയാളമായിട്ടാണ് അങ്ങ് ദൂരെ സൂര്യനെ സ്ഥാപിച്ചിരിക്കുന്നത്. മഴവില്ല മാത്രമല്ല, സൂര്യനെയും ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ സൂര്യനില്ല എങ്കിൽ മഴവില്ലില്ല. അപ്പോൾ മഴവില്ലിന് അപ്പുറത്ത് നിൽക്കുന്നൊരു സൂര്യനും കൂടെ. അപ്പോൾ ഇതെല്ലാം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നൊരു കാര്യം, വെളിച്ചം എന്ന ഈ മർമ്മത്തിലാണ് ഈ അണ്ഡകടാഹം മുഴുവനും നിലനിൽക്കുന്നത്. ആ വെളിച്ചം ദൈവമാണ് എന്നുള്ളതാണ്. ഇത് സ്വീകരിക്കാനോ തിരസ്കരിക്കുവാനോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച് നാം ഓരോ പാതകൾ തിരഞ്ഞെടുക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ യേശു പറയുന്നത് പോലെ വിശാലമായ വഴിയുണ്ട്, ഇടുങ്ങിയ വഴിയുണ്ട്. വിശാലമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്, ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ സൃഷ്ടികർത്താവിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ ഇംഗിതം അല്ലെങ്കിൽ
ഉദ്ദേശമനുസരിച്ച് സൃഷ്ടിയോട് ബന്ധം പുലർത്തണമെന്നത് അതിൽ കൂടെ ഉത്ഭവിക്കുന്ന അച്ചടക്കത്തെ മാനിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ഇടുങ്ങിയ വഴി. ആ സൃഷ്ടികർത്താവില്ല എന്നും മനുഷ്യൻ എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസാണ് ഈ ലോകമെന്നും ചിന്തിക്കുന്നതാണ് ഈ വിശാലമായ വഴി. അപ്പോൾ നാം ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതനുസരിച്ച് അതിൻ്റെ പരിണത ഫലമുണ്ടായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് യേശു പറയുന്നത്. അത് ദൈവത്തിന് ആരെയെങ്കിലും ശിക്ഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താനല്ല. അങ്ങനെ ഒരു ദൈവവുമില്ല. എന്നാൽ ഒരു ന്യായമുണ്ട്, ഒരു യുക്തിയുണ്ട്, ഒരു നിയമമുണ്ട്. അതാണ് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയുടെ പരിണിത ഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. You are free to choose what you want, but you are not free to escape the consequences of the choices that you make. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് പ്രാവർത്തികമാണ്. ഇതില്ല എന്ന് പറയുന്നവർ, ഞാൻ ആ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, എക്സെൻട്രിക്. അപ്പോൾ മഴവില്ല് വളരെ മനോഹരമാണ്, പക്ഷേ മഴവില്ല് വളരെ ഗാംഭീര്യമുള്ള ഒരാത്മീകമായ പ്രതീകം കൂടെയാണ്, സ്പിരിച്വൽ സിമ്പിൾ കൂടെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.